മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന തിരുവചനം, ദൈവവചനം ആരുടെ അടുക്കിലേക്ക് വന്നു അവരെ ദൈവങ്ങൾ എന്ന് വിളിച്ചു. ദൈവവചനം കടന്നു വരുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചാണ് നമ്മളിവിടെ കണ്ടുമുട്ടുക. ദൈവവചനം കടന്നു വരുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതം എളിമയുള്ളവരായി തീരുമ്പോൾ ആ ദൈവവചനത്തിൻ്റെ സാന്നിധ്യം നമ്മളെ ദൈവങ്ങളാക്കി മാറ്റുന്നു. ദൈവം സ്നേഹമാകുന്നു. ആ ഒരു സ്നേഹത്തിൻ്റെ കരുതലിലേക്കും തണലിലേക്കുമാണ് വചനം നമ്മളെ കൊണ്ടുപോകുക. മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ ഒരു കരുതലോടെ ആയിരിക്കുവാൻ, കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാവത്തിലായിരിക്കുവാൻ, അതുവഴി മനുഷ്യരിലേക്ക് നന്മയായി കടന്നു ചെല്ലുമ്പോഴാണ് നമ്മൾ ദൈവങ്ങളായി മാറുക. ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ കൊണ്ട് ഓരോ വ്യക്തിയുടെയും ജീവിതം നിറയപ്പെടുന്നത് വചനം സ്വീകരിക്കുമ്പോൾ മാത്രമാണ്. ദൈവവചനം സ്വീകരിക്കുവാൻ തക്കവണ്ണം നമ്മൾ എളിമയുള്ളവരായി തീരുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വലിയ കൃപകളുടെയും അനുഗ്രഹങ്ങളുടെയും ഒക്കെ രോഗശാന്തിയുടെയും ഒപ്പം മാനസാന്തരത്തിൻ്റെയും ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കുക അവൻ്റെ ജീവിതത്തിലേക്ക് വചനം കടന്നു ചെല്ലുമ്പോൾ മാത്രമാണ്. ആ ഒരു തലത്തിലേക്ക് നമുക്കും വളരാം. ദൈവകൃപ കൊണ്ട് ശക്തിപ്പെടുവാനും വചനം സ്വീകരിക്കുവാനും ആ വചനത്തിൽ വളരുവാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവാനുഗ്രഹത്തിൻ്റെ കൃപകളിലൂടെ ഓരോ നിമിഷവും കടന്നു പോകുന്നത് നമ്മുടെ ജീവിതങ്ങളിലെ മറ്റുള്ളവർക്കും നന്മയായി അത് പരിണമിക്കുമ്പോഴാണ്. ദൈവിക പ്രവൃത്തികൾ കൊണ്ട് ഒരു വ്യക്തിയെ തിരിച്ചറിയാം എന്നുകൂടി ഈശോ ഇന്ന് കൂട്ടിച്ചേർക്കുകയാണ്.